നമസ്കാരം. ഏവരുടെയും ജീവിതത്തിലെ കൺകണ്ട ദൈവങ്ങൾ തന്നെയാണ് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയിലൂടെയാണ് ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് അച്ഛൻ അമ്മ 2 ചിത്രങ്ങളാണ്. ആദ്യത്തെ ചിത്രം അച്ഛനും രണ്ടാമത്തെ ചിത്രം അമ്മയുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്ന് നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ അച്ഛന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ധനപരമായ ലാഭം, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികപരമായ ഉയർച്ചയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും അത്തരത്തിൽ ചെയ്യുന്നവരുമാണ് നിങ്ങൾ. മാതാപിതാക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുവാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് ശക്തി കുറയുന്നത് പോലെ അനുഭവപ്പെടുന്നതാകുന്നു. എന്നാൽ അത് നിങ്ങളുടെ തെറ്റായ ഒരു ധാരണ മാത്രമാണ്. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ പെട്ടെന്ന് ഉയർച്ചകൾ വന്നു ചേരും. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വഴിത്തിരിവിന് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ സംശയമാണ്. എന്നാൽ ഭാവിയിലും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ഏത് കാര്യത്തിലും ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങളെ പലരും പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അവർക്ക് മാപ്പ് നൽകുവാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിൽ നൽകിയിട്ടുള്ളവരോ ആണ് നിങ്ങൾ. നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. സ്വയം തീരുമാനിച്ച കാര്യങ്ങൾ അത് ചെയ്യുവാൻ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ. അത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ, ആഗ്രഹങ്ങൾക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ, അഥവാ ലക്ഷ്യത്തിനായി ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇനി എന്ത് എന്ന ചിന്ത മനസ്സിൽ പലപ്പോഴും വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ചുള്ള ഇത്തരം രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. പുതിയ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. അത് നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് അത് തനിക്ക് അനുകൂലമാക്കി തീർക്കുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾക്ക് വലിയ വില നൽകുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് തീർച്ചയായും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിൽ മോശകരമായ പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ പുതിയ വ്യക്തികളായി മാറുവാൻ സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങളിൽ ഈശ്വരാധീനം വളരെ വേഗം വർദ്ധിക്കുന്നു എന്ന ശുഭകരമായ കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിന് ഏതെല്ലാം രീതിയിൽ സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കുമോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കേണ്ടതാകുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം. ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്ന് വരാം.
ഉന്നതരായ ചില വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വഴിമുട്ടിപ്പോയ പല കാര്യങ്ങളിലും എപ്രകാരം മുന്നോട്ട് പോകാം എന്ന ചിന്ത, പരിഹാരം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരുടെ ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി ഭവിക്കാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല രഹസ്യപൂർണമായ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഇത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും. അമ്മയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. വാശിയുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും വാശി നിങ്ങളെ അപകടത്തിലാക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ രഹസ്യം മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. വാശി മനസ്സിൽ തോന്നുമ്പോൾ അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ലാഭം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബത്തിൽ ഉയർച്ച, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴും ധൈര്യം കൈവിടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായ ഒരു കാര്യമാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകമായ കഴിവ് തന്നെയാണ്. അത് നിങ്ങൾ എപ്പോഴും തിരിച്ചറിയേണ്ടതാകുന്നു. വാഗ്വാദങ്ങളിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പ്രധാനമായും ഒഴിവാക്കേണ്ടത് കലഹങ്ങളാകുന്നു. കലഹങ്ങളുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിവായി നിൽക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ വലിയ ദോഷങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. പല ബന്ധങ്ങളും നഷ്ടമാകാം. അതിനാൽ ഭാവിയിൽ ലഭിക്കേണ്ടതായ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യം ഓർക്കുക. അടുത്ത ഒരു വ്യക്തി നിങ്ങൾക്ക് വിരോധിയായി മാറും എന്ന കാര്യം ഓർക്കുക. അഥവാ അവർ നിങ്ങൾക്ക് ശത്രുക്കളായി മാറാം. അതിനാൽ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം. അതിനാൽ ഏവരെയും ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക് വിഷമം നൽകുന്നതായ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ മനസ്സിൽ പ്രവർത്തിക്കുകയോ അഥവാ മനസ്സിൽ തീരുമാനിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അതേപോലെ അത്തരം വാക്കുകൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളും നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായി തീരും. ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കാത്തതായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ 6 മാസത്തിനുള്ളിൽ തന്നെ അനുകൂലമായി തുടങ്ങും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. സമ്പൽ സമൃദ്ധി തന്നെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അതിനാൽ വരുന്ന കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ അല്പം ക്ഷമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഇത് പരീക്ഷണഘട്ടമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സന്തോഷപൂർണമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. എന്നാൽ അത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യത്തിലും രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും. അഥവാ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. ചിലരെ നിങ്ങൾ അകറ്റി നിർത്തേണ്ടതായി വരും. അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ചില വ്യക്തികൾ നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരാം. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ് എന്ന് പറയാം. അതിനാൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. സാമ്പത്തികപരമായ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും ചില പരിഹാരങ്ങൾ വന്നു ചേരുകയും അതിനാൽ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു.
അത്തരം കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ്. 6 മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.